ഹായ്, വെൽക്കം ടു Wanderscapes. യുകെയിൽ നിങ്ങൾ ഒരുവിധം ഏത് ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിൽ പോകുകയാണെന്ന് വെച്ചാലും കാണുന്ന ഒരു കാഴ്ചയും മ്യൂസിയംസ് ഇവിടുത്തെ ലൈഫിലെ ഒരു പാർട്ട് തന്നെയാണ്. ലിവർപൂളിൽ ഒന്നല്ല പലതരം മ്യൂസിയംസ് ഉണ്ട്. അതിലൊന്നാണ് പിന്നിൽ കാണുന്ന വേൾഡ് മ്യൂസിയം. ഇത് ഇവിടുത്തെ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മ്യൂസിയം ആണെന്ന് പറയാം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ വേൾഡിൻ്റെ വിവിധ കൾച്ചേഴ്സ് ആൻഡ് ഹിസ്റ്ററി, സിവിലൈസേഷൻ അതിനെക്കുറിച്ചുള്ള കാഴ്ചകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കതൊന്ന് പോയി കാണല്ലേ? അപ്പോൾ ഇതാണ് ലിവർപൂൾ വേൾഡ് മ്യൂസിയത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. കാണുമ്പോൾ തന്നെ നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു ജർമ്മൻ ബോംബിങ്ങിൽ. പിന്നീടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇവർ വീണ്ടും ഇത് ഒരു പഴയ ഒരു സ്റ്റൈലിൽ കെട്ടിപ്പടുക്കുകയായിരുന്നു. 2005 35 മില്യൺ പൗണ്ടിൻ്റെ ഒരു റിനോവേഷനാണ് ഈ മ്യൂസിയം നടത്തിയത്. അപ്പോഴാണ് ഈ മ്യൂസിയത്തിൽ പുതിയ എക്സിബിറ്റ്സും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നതും ഇതിപ്പോൾ ഇന്നൊരു മോഡേൺ ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ടായത്. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ധാരാളം ആൾക്കാർ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും വരുന്നുണ്ട്. അകത്ത് കടന്നു കഴിഞ്ഞാൽ വിശാലമായുള്ള ഒരു ഹോളും ഒരു ആട്രിയും ആണ്. പിന്നെ 6 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടതാ ഒരു ഡൈനോസറിൻ്റെ ഉണ്ട്, സ്കെൽട്ടൺ കാണാം. ആദ്യം നമ്മൾ പോണത് അക്വേറിയം കാണാനാണ്. അക്വേറിയത്തിൽ കുറേ ഫിഷ് ടാങ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഓഷ്യൻ ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങളും എക്സിബിറ്റ്സും ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കണ്ടൽക്കാടുകൾ എന്താണ്, കണ്ടൽക്കാടുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ അവർ ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണു എന്നുള്ളത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ്. ബഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് പോണത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ബഗ്സ് അല്ലെങ്കിൽ ക്രീപ്പി ക്രോളീസ്, അതേമാതിരി ബട്ടർഫ്ലൈസ്, മോത്ത്സ് അതിനെക്കുറിച്ചുള്ള എക്സിബിറ്റ്സും വിവരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ബഗ്സിനെയും ഇൻസെക്ട്സിനെയൊക്കെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടുത്തെ എക്സിബിറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു കളക്ഷൻ ഓഫ് മോത്ത്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓസം. ഇതിവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി സെക്ഷനാണ്. ഇപ്പോൾ പക്ഷേ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സിബിറ്റ്സ് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ. കൊറോണ ആയ കാരണം ഒരുവിധം എല്ലാ എക്സിബിറ്റ്സും അവർ മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സാധാരണ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് ഇവിടെ ബേർഡ്സും ആനിമൽസും ഒക്കെ സ്റ്റഫ്ഡ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ വേൾഡ് കൾച്ചർ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ അമേരിക്ക, ആഫ്രിക്ക, ഓഷ്യാനിയ, ഏഷ്യ എന്നുള്ള സ്ഥലങ്ങളുടെ കൾച്ചറൽ ആസ് വെൽ ആസ് ലൈഫിൽ എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് അതിൻ്റെ ചില ഇൻഫോർമേഷനും കളക്ഷൻസുമാണ് നമ്മളിവിടെ കാണുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പല സാധനങ്ങൾക്കും നമ്മളിവിടെ കാണാൻ പറ്റുക.
ഇവിടെ പറയണത് യു കെയിൽ തന്നെ ഏറ്റവും മികച്ച എത്നോളജി കളക്ഷനാണ് അത്രേ. നല്ല രസമുണ്ട്, എന്തായാലും ബ്യൂട്ടിഫുൾ ആണ്. ഓരോ ആർട്ടിഫാക്ട്സും കാണുമ്പോൾ പ്രാകൃത എന്നൊക്കെ തോന്നും, പക്ഷേ എത്ര ആർട്ട്ഫുള്ളായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആർട്ടിഫാക്ട്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എന്തൊരു കളർഫുൾ കളക്ഷൻസാണ്. ഒക്കെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്, ആയുധങ്ങളും മെക്കാനിസംസും ഒക്കെ. ഇത് കണ്ട ഒരു ഹാൻഡ് ബാഗിൻ്റെ ഒരു കളക്ഷനുണ്ട്, ഒക്കെ വോവൻ ഹാൻഡ് ബാഗ്സാണ്. ഇത് നല്ല രസമാട്ടോ ഈ എക്സിബിറ്റ്. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാം. ഇത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വേറെ സംഭവങ്ങൾ ക്ലിയറായിട്ട് കാണാം. ഇത് ഓഷ്യാന സെക്ഷനിലെ കുറേ എക്സിബിറ്റ്സ് ആണ്. ഇത് ഡൈനോസറുകളുടെ ഒരു സെക്ഷനാണ്. ഡൈനോസറുകളെ പറ്റി കൂടുതൽ അടുത്തറിയാൻ ഈ സെക്ഷനിലെ എക്സിബിറ്റ്സ് നമ്മളെ തീർച്ചയായും സഹായിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ തോന്നിയെന്ന് വെച്ചാൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനും അതേമാതിരി എക്സിബിറ്റ്സും ഒക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. യു കെയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനോസറാണ്. മെഗാലോസോറസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ജയൻറ്റ് ലിസാർഡ് എന്നാണ്. അപ്പോൾ ഡൈനോസറിന് ആ പേര് കിട്ടിയത് ഈ ഒരു ഇതെന്നാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. എൻഡേഞ്ചേർഡ് പ്ലാനറ്റ് എന്ന ഒരു സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച്, എക്സ്റ്റിങ്ഷൻ അങ്ങനെ പോലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ പറ്റിയിട്ടുള്ള വിവരങ്ങളും കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോണത് ഇവിടുത്തെ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്, ഈജിപ്റ്റ് സെക്ഷൻ. ലിവർപൂളിൻ്റെ ഹൈറോഗ്ലിഫ്സിൽ ഇങ്ങനെ അത്ര എഴുതുക. ഇവിടെ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഈജിപ്ഷ്യൻ ആർട്ടിഫാക്ട്സ് ആണ് ഈ മ്യൂസിയത്തിലുള്ളത്. ബ്രിട്ടീഷ് മ്യൂസിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതുകൊണ്ട് ഏറ്റവും അധികം കളക്ഷൻസ് ഉള്ളത്. വളരെ വിപുലമായ ഒരു സെക്ഷനാണ്. ഒരു 5000 ഇയേഴ്സിൻ്റെ സിവിലൈസേഷൻ്റെ ടൈം ലൈൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. യു കെയിലെ തന്നെ ഏറ്റവും കോംപ്രിഹെൻസീവായിട്ടുള്ള കളക്ഷൻസാണ് ഈജിപ്തിനെ കുറിച്ച് ഇവിടെ ഉള്ളത്. ഇത് ഇവിടുത്തെ മമ്മീസാണ്. 5-6 മമ്മീസ് ഉണ്ട്. വേൾഡ് വാറിൻ്റെ സമയത്ത് ചിലതൊക്കെ തകർന്നു പോയിച്ചാലും അതിനൊക്കെ അവർ റീതാക്കി വെച്ചിട്ടുണ്ട്.
ഇത് ഒരാളുടെ മമ്മിയും കോഫിനുമാണ്. എന്ത് ആർട്ട്ഫുള്ളിയാണ് വെച്ചിരിക്കണേ നോക്കൂ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയില്ലേ മലയാളത്തിൽ, അതുപോലെ തന്നെ ഉണ്ട്. നോക്കൂ, ഒരാളിങ്ങനെ കിടക്കണു. ക്രീപ്പി ഫീലാട്ടോ അവിടെ, കുറച്ചൊരു ക്രീപ്പി ഫീലാണ് പറയുക. ബോഡി ഇങ്ങനെ കിടക്കണ പോലെ തോന്നും നമുക്ക്. ഇവിടെ അതിൻ്റെ എക്സ്റേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരാളുടെ റിമെയിൻസ് ഉണ്ട് എന്നർത്ഥം. വെറുതെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുകയല്ല. ഈ മമ്മി റൂം ശരിക്കും വേർത്ത് വിസിറ്റാണ് കേട്ടോ. ഈജിപ്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ മോഹമുള്ളവർക്ക് വളരെയധികം ഇൻഫർമേഷനും ഡീറ്റെയിൽഡ് പിക്ചറും കിട്ടും ഇവിടുന്ന്. അമേസിങ്. എന്ത് ഇൻട്രിക്കേറ്റ്ലി ഡെക്കറേറ്റഡാ നോക്കൂ, എന്തൊരു ഭംഗിയാ. ഒരു മനുഷ്യനാണ് എൻ്റെ ഉള്ളിൽ. മമ്മീറും കേമുണ്ടല്ലേ, ഇത് കാണേണ്ട സ്ഥലമാണ്. അടിപൊളിയാണ്. ഈ മ്യൂസിയത്തിൽ ഈ കാഴ്ചകളല്ലാണ്ട് പ്ലാനറ്റോറിയം, നാച്ചുറൽ ഹിസ്റ്ററി സെൻറ്റർ, സ്പേസ് ആൻഡ് ടൈം, ഇങ്ങനെ ചില വേറെ സെക്ഷൻസും കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലം ആയതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ അവർ അടച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. അതുകൊണ്ട് നമുക്ക് കാണാനോ നിങ്ങൾക്കത് കാണിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ അടിപൊളിയല്ലേ ഞങ്ങളുടെ വേൾഡ് മ്യൂസിയം? കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഓഫ് കോഴ്സ് കോവിഡിൻ്റെ ഒരു കാരണം കുറേ എക്സിബിറ്റ്സ് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ വേർത്ത് വിസിറ്റാണ് ഇവിടുത്തെ. പിന്നെ ആക്ച്വലി ആ ഈജിപ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അത് ക്ലാസിക്കാണ്. അതെന്താ വെച്ചാൽ അവർ പറയണത് UK തന്നെ ഏറ്റവും ബെസ്റ്റ് കളക്ഷനുള്ള ഒരു മ്യൂസിയമാണത്. അപ്പോൾ അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. എസ്പെഷ്യലി ആ മമ്മി റൂമും അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, തീർച്ചയായും. അപ്പോൾ നിങ്ങൾ ലിവർപൂളിൽ വരുന്നുണ്ടെങ്കിൽ വേൾഡ് മ്യൂസിയം മിസ് ചെയ്യണ്ട. ഫ്രീ എൻട്രി ആണ്. ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് ബുക്കിംഗ് വേണമെന്ന് മാത്രം. അത് പക്ഷേ കാശൊന്നും കൊടുക്കണ്ട. സിറ്റി സെൻറ്ററിൽ തന്നെയാണ്, ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. സുഖമായിട്ട് എത്താൻ പറ്റും. സോ ഡോണ്ട് മിസ് ഇറ്റ് ഇഫ് യു ആർ ഇൻ ലിവർപൂൾ. അപ്പോൾ ലിവർപൂളിലെ കൂടുതൽ കാഴ്ചകൾ തുടർന്ന് നിങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം. അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ആൻഡ് ലെറ്റ് us know your feedback. അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.